ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് ലവ് സൈക്കോളജിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും വേണ്ടിയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ പ്രണയിക്കുമ്പോൾ ഒരു സിൻസിയറിറ്റി കാണിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും സിൻസിയറിറ്റി ഉണ്ടായിരിക്കണം. സിൻസിയറായിട്ട് പരസ്പരം സ്നേഹിച്ചാൽ മാത്രമേ ആ പ്രണയത്തിനൊരു അർത്ഥമുള്ളൂ, ആ പ്രണയത്തിനൊരു വിലയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ വന്ന കാലത്തെന്ന് പറയുന്നത് പ്രണയം ഒരു കുട്ടിക്കളിയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രണയത്തിൽ ഇപ്പോൾ സീരിയസ്നെസ് ഇല്ല, പലപ്പോഴും ടൈം പാസ് റിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷേ നിങ്ങൾ ടൈം പാസ് റിലേഷനിൽ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ പല തരത്തിലുള്ള ചതിക്കുഴികളുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവരുടെ ഒന്നും ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ, നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണോ എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് പ്രണയിക്കേണ്ടത്? പ്രണയിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വേണം ചെയ്യാൻ. ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് പരസ്പര ധാരണയാണ് വേണ്ടത്. അയാളെപ്പറ്റി നല്ലൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അയാൾ ആരാണ്, അയാളുടെ ബിഹേവിയർ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ഒന്ന് പ്രണയിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് അയാൾ യോജിച്ച് പോകുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അഥവാ യോജിച്ച് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പറയുക, പറ്റുന്നില്ല എന്ന് തന്നെ പറയുക. കാരണം യോജിച്ച് പോകാൻ പറ്റാതെ വിവാഹം കഴിച്ചവർ പലരും ഡൈവേഴ്സായ കഥകളുണ്ട്. പിന്നെ രണ്ടാമത്തേത് വിശ്വാസമില്ലാത്ത ബന്ധം. അയാളെ നമുക്ക് വിശ്വാസമില്ല, അയാൾക്ക് നമ്മളെ വിശ്വാസമില്ല, എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതൊന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെന്ന് പറയുന്നത് സത്യസന്ധത. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ സത്യസന്ധത ഉണ്ടാവുള്ളൂ, സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ കണക്റ്റഡാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ റെസ്പെക്റ്റ് വേണം. പരസ്പരം റെസ്പെക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. അയാൾക്ക് അവളോട് വെറുപ്പാണ്, ദേഷ്യമാണ് എന്നൊക്കെ പറയും. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതില്ലാതെ സ്നേഹത്തോടു കൂടിയേ പോകാൻ